ലോകരാജ്യങ്ങൾ എത്രയൊക്കെ എതിർത്താലും പാശ്ചാത്യ ശക്തികൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ആത്മബന്ധം തകർക്കാൻ കഴിയില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇന്ത്യക്ക് നൽകാൻ റഷ്യയുടെ പക്കലുള്ളത് ലോകത്തെ വിറപ്പിക്കുന്ന ഏറ്റവും മികച്ച സൈനിക സാങ്കേതിക വിദ്യകളാണ്. ഇപ്പോൾ സുഹൃത്തായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഇന്ത്യക്ക് വമ്പൻ യുദ്ധ ടാങ്കറുകളുമായി നേരിട്ടെത്തിയിരിക്കുകയാണ് സാക്ഷാൽ വ്ളാഡിമിർ പുടിന്റെ റഷ്യ. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സുപ്രധാന വാഗ്ദാനമാണ് മോസ്കോ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പുതിയതും ലോകത്തിലെ ഏറ്റവും അപകടകാരിയുമായിട്ടുള്ള യുദ്ധ ടാങ്ക് T-90 MS-ന്റെ കയറ്റുമതി പതിപ്പ് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കയറ്റുമതി സ്ഥാപനമായിട്ടുള്ള റോസോബോറോൺ എക്സ്പോർട്ടറാണ് ഈ നിർദ്ദേശം നൽകിയത്. വെറുതെ ആയുധം വിൽക്കാനല്ല, മറിച്ച് സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യക്ക് കൈമാറാനാണ് റഷ്യയുടെ തീരുമാനം. തുടക്കത്തിൽ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കിറ്റുകൾ ഉപയോഗിച്ച് ടാങ്കുകൾ ഇന്ത്യയിൽ കൂട്ടിയോജിപ്പിക്കും. പിന്നീട് ഘട്ടം ഘട്ടമായി പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലുമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അത്യാധുനിക ഡിജിറ്റൽ ഫയർ കൺട്രോൾ സംവിധാനം, ഡ്രോണുകളെ തകർക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ഗൈഡഡ് മിസൈലുകൾ എന്നിവയുള്ള ഈ യുദ്ധ ടാങ്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ രാജ്യങ്ങളുടെ ടാങ്കുകൾക്ക് പോലും ആകില്ലെന്ന് റഷ്യ ഉറപ്പിച്ചു പറയുന്നു. 1960-കൾ മുതൽ ഇന്ത്യയുടെ കരസേനയ്ക്ക് കരുത്തേകുന്നത് റഷ്യൻ ടാങ്കുകളാണ്. ചെന്നൈയിലെ ആവഡിയിലുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ ഇതിനകം 1000-ലധികം T-90 ഭീഷ്മ ടാങ്കുകൾ ഇന്ത്യ വിജയകരമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന T-72 അജേയ, T-90 ഭീഷ്മ എന്നീ ടാങ്കുകളുടെ പല ഭാഗങ്ങളും പുതിയ T-90 MS-ലും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സൈനികർക്ക് പുതിയ ടാങ്കുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും അവയുടെ അറ്റകുറ്റപ്പണികളും വളരെ എളുപ്പമാക്കും. ഇന്ത്യക്ക് പരിചിതമായിട്ടുള്ള റഷ്യൻ സാങ്കേതിക വിദ്യകൾ ഇതിന്റെ നിർമ്മാണ ചെലവും സമയവും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുടെ സൈനിക നവീകരണ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഏകദേശം $7.8 ബില്യൺ, അതായത് 60,000 കോടിയിലധികം രൂപയുടെ കവചിത വാഹന നവീകരണ പദ്ധതികളാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ സൈനിക മുന്നേറ്റത്തിൽ മുഖ്യ പങ്കാളിയാകാനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കരുത്തു പകരാനുമാണ് സുഹൃത്തായ റഷ്യ പുതിയ വാഗ്ദാനമായി എത്തിയിരിക്കുന്നത്. ഇതിനോട് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പ്രതിരോധ രംഗത്ത് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ശത്രു രാജ്യങ്ങളുടെ ചങ്കിടിപ്പ് കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യത്ത് നിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ടാങ്കുകൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കുന്ന വൻ ശക്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മാറുമ്പോൾ അതിന് കൂട്ടായി എക്കാലത്തെയും വലിയ സുഹൃത്തായിട്ടുള്ള റഷ്യ തന്നെ ഒപ്പമുണ്ട്. പാശ്ചാത്യ ലോകത്തിന് മുന്നിൽ തലകുനിക്കാത്ത രണ്ട് ലോക നേതാക്കളുടെ സൗഹൃദം ഇന്ത്യൻ സൈന്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തരാക്കി മാറ്റുകയാണ്. മിസ്റ്റർ സിസ്റ്റം